ഇത് കൂത്തുപറമ്പിലേക്ക് പോകുന്ന വഴിയാണ്. ഇത് ചാല ജംഗ്ഷനിലാണ്. അപ്പോൾ ഇന്ന് നമുക്ക് സ്കൂൾ തുറന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഒരുപാട് സ്കൂൾ വാഹനങ്ങൾ, അതായത് ചാല സ്കൂളിലേക്ക്, കാടാച്ചിറ സ്കൂളിലേക്ക്, അതുപോലെ തന്നെ നമ്മുടെ മേലേച്ചുവ സ്കൂളിലേക്ക്, കടമ്പൂർ സ്കൂളിലേക്കൊക്കെ ഒരുപാട് സ്കൂൾ ബസ്സുകൾ കടന്നു പോകുന്ന ഒരു വീതിയാണിത്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഇന്ന് അതായത് സ്കൂൾ തുറന്നിട്ടും ഇവിടെ ഈ ഒരു ദേശീയപാത അധികൃതർ ഈ ഒരു എക്സിറ്റ്, അതായത് കൂത്തുപറമ്പിലേക്ക് പോകേണ്ട എക്സിറ്റ് ഇത്രയും ദിവസമായിട്ടും പണി തീർത്തിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്താണ്, സ്കൂളില്ലാതെ തന്നെ വലിയൊരു ട്രാഫിക് ജാം ഇവിടെ ഉണ്ടാകാറുണ്ട്. നമുക്ക് കാണാം ഇവിടെ സ്കൂൾ കാത്തിരിക്കുന്ന ഒരുപാട് കുട്ടികളെയും, അതുപോലെ തന്നെ ഇതൊരു ചിന്മയ സ്കൂളിലേക്കും ഒരുപാട് സ്കൂളിലേക്ക് പോകാനുള്ള ഒരു ജംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഏരിയ എന്ന് തന്നെ പറയാം ഈ ചാല. അതായത് ആ ഒരു സ്ഥലത്താണ് ഇതിൽ ചിട്ടയില്ലാത്ത രീതിയിലാണ് ഈ ഒരു പണി ഇവിടെ നടക്കുന്നത്. കാരണം ഇതായിരുന്നു ആദ്യം ചെയ്യേണ്ടത്, പക്ഷേ ഇത് ഏറ്റവും അവസാനത്തേക്ക് മാറ്റിയത് കൊണ്ട് തന്നെ ഇവിടെ വലിയൊരു ട്രാഫിക് ജാമാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. നമുക്ക് കാണാം ഇത്രയും വാഹനങ്ങളെല്ലാം 1 കിലോമീറ്റർ 2 കിലോമീറ്റർ പോയി ചുറ്റിക്കറങ്ങി. അവിടെയാണ് ഹോസ്പിറ്റൽ, ഒരുപാട് ഹോസ്പിറ്റലുകൾ, അതായത് 2-3 ഹോസ്പിറ്റലുകളില്ല ഒരു സ്ഥലത്താണ്. അവിടെയാണെങ്കിൽ യു ടേൺ അടിക്കാനോ അല്ലെങ്കിൽ യു ടേൺ അടിച്ച കൂത്തുപറമ്പ് ഭാഗത്തേക്കും തലശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ തന്നെ നിർത്തിയാൽ തന്നെ ആ ഒരു ഭാഗം കംപ്ലീറ്റ് അടഞ്ഞു കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു മണിക്കൂർ കൊണ്ടെത്തേണ്ട ഒരു സ്ഥലത്ത് ഇപ്പോൾ 3 മണിക്കൂർ കൊണ്ടെത്തുന്ന ഒരവസ്ഥയാണ് ഇന്ന് നമുക്കിവിടെ ഉള്ളത്. ഇത് റോഡ് പണി ഇപ്പോഴും ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അടിയിൽ നമ്മൾ നാട്ടുകാർക്കും പ്രതികരിക്കാം. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.